സുരേഷ് ഗോപി എന്നോട് പറഞ്ഞു സ്വാമിയെക്കുറിച്ച് വളരെ മോശമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. സുരേഷ് ഗോപി പറഞ്ഞു എന്ന് പറഞ്ഞു, എനിക്കറിയാം ഇയാൾ സംസാരിക്കേണ്ട, സ്വാമി എനിക്കറിയാവുന്നതാണല്ലോ, പണ്ട് പണം ഉണ്ടായിരുന്ന കാലത്തും പണമില്ലാത്ത കാലത്തും അറിയാം ഇയാൾ കൂടുതൽ സംസാരിക്കേണ്ട. എന്താണ് ആ സിനിമയിൽ അദ്ദേഹത്തിന് പറ്റിയ ഒരു വേഷം കൊടുത്തില്ല. ഇയാളുടെ ബിസിനസ് സാമ്രാജ്യം മുഴുവൻ തകർത്തെറിഞ്ഞ് അയാളുടെ ബിസിനസ് ബന്ധങ്ങൾ മുഴുവൻ അയാൾ കൈക്കലാക്കി ആ സൂപ്പർ മാർക്കറ്റ് മുഴുവൻ തകർത്തെറിഞ്ഞ് അവിടുത്തെ സ്ഥാപനത്തിലെ എല്ലാ ആൾക്കാരെയും കൊണ്ട് ഇയാൾ മറ്റൊന്ന് തുടങ്ങുന്നു. എന്നെ മനസ്സിലായോ, ഞാൻ പണ്ട് ഇവിടുന്ന് ടൈലെടുത്തിട്ടുണ്ട്. അപ്പോൾ കാന്തല്ലൂർ സ്വാമി സുനിൽ പരമേശ്വരൻ, ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തൊരു വിലയാണ് എൻ്റെ നിന്ന് മേടിച്ചത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അത് സ്വാമി എങ്ങനെയാണ്, സ്വാമി ഇവിടെ കൊണ്ടുവന്ന ആൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള ടൈല് കൂടെ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇലയിൽ നക്കി ജീവിക്കുന്നവൻ്റെ ചിറിയിലിരിക്കുന്ന നക്കിയെടുക്കുന്ന ചില മനുഷ്യർ. നമസ്കാരം. ചില നേരം നമ്മൾ ആലോചിക്കും, ദൈവം നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്നു, എപ്പോഴാണ് ഇതൊക്കെ നഷ്ടപ്പെടുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മളിപ്പോൾ ഏകാന്തവാസം, ഞാനങ്ങനെ ഏകാന്തമായി കുറേ കാലം ജീവിച്ചിട്ട് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു കാലത്ത് അതിൽ നിന്നൊക്കെ വിധി കൊണ്ട് വേർപെട്ടു പോയി. കാന്തല്ലൂരിലെ ഒരു ആശ്രമമൊക്കെ കഷ്ടപ്പെട്ട് പണിത് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് സ്ത്രീ എന്ന് പറയുന്ന സീരിയൽ അഭിനയിച്ച ഒരു നടൻ അവിടെ എന്തോ കാര്യത്തിന് വന്നപ്പോൾ എന്നെ കാണാനായി വന്നു. എന്നോട് സൗഹൃദമൊക്കെ സ്ഥാപിച്ചു. അദ്ദേഹം വലിയ നടനായിരുന്ന ഒരാളായിരുന്നു. കൊച്ചി എറണാകുളത്തെ ഏതോ ഭാഗത്തുള്ള ഒരു നടനാണ്. ഞാൻ പറഞ്ഞ ഞാൻ ഈ പറയുന്നത്, ചില മനുഷ്യർക്ക് കഷ്ടകാലം പിടിക്കുമ്പോൾ ഒരാൾ വരും. നമ്മൾ നടക്കുവാണെങ്കിൽ നടക്കുമ്പോൾ കാല് വെച്ച് തരും, ഇല്ലെങ്കിൽ മുമ്പിലൂടെ നടക്കുമ്പോൾ പുറകിലൂടെ വന്ന് എടുത്ത് തലക്കടിച്ച് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഇവനെ ഞാൻ പണ്ട് ഭക്ഷണം കൊടുത്തു അല്ലേ സ്വാമി, ബ്രൂട്ടസ് യു ബ്രൂട്ടസ് എന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തീർന്നു പോകും. അങ്ങനെ ഈ നടൻ, പിന്നെ അദ്ദേഹത്തിന് ഈ BJP കുമ്മനം രാജശേഖരൻ്റെ കൂടെയൊക്കെ ഞാൻ പണ്ട് പലയിടത്തും കണ്ടിട്ടുണ്ട്. ചില മനുഷ്യരുടെ വേഷം കെട്ടലുകളാണ് ഞാൻ ഈ പറയുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അനന്തഭദ്രം എഴുതിയതില്ലേ, ഒരു സിനിമ കൂടെ ചെയ്യാം. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കിനിയിപ്പോൾ സിനിമയൊന്നും വേണ്ട, ഞാനീ ഏകാന്തവാസമാണ്, കണ്ടില്ലേ ഈ ആശ്രമവും ഞാനും മാത്രമായിട്ട് ഇങ്ങനെ ഇവിടുത്തെ കുറച്ച് ജനങ്ങളുമായിട്ടൊക്കെ ജീവിച്ചു പോട്ടെ, എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട. ഇല്ല, അദ്ദേഹം നിർബന്ധിച്ചു. അങ്ങനെ നിർബന്ധിച്ചപ്പോൾ ഞാൻ പണ്ട് സാമ്പത്തികമായി സഹായിച്ച ഒരാൾ, കുറച്ചു പൈസ സ്വാമി അറേഞ്ച് ചെയ്താൽ മതി, സ്വാമിയുടെ ഒരു സിനിമ നമുക്ക് ചെയ്യാം. അപ്പം സംവിധായകൻ ആര്? അപ്പോൾ പറഞ്ഞു, ഇങ്ങനൊരു സംവിധായകനുണ്ട്, നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യനാകാം, നല്ല മനുഷ്യൻ തന്നെയാണ്. പക്ഷെ നമുക്ക് നന്മയില്ലാത്ത സമയം, നമുക്ക് ദോഷമുള്ള സമയം ഒരാൾ വരും. അപ്പോൾ ഞാൻ അന്ന് പണമില്ലാത്തത് കൊണ്ട് അവിടെ കാന്തല്ലൂർ ആശ്രമത്തിൽ തറയൊന്നും ഇട്ടിട്ടില്ല, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് പൈസ കയ്യിലുണ്ട്, എനിക്കൊരു ടൈലൊക്കെ ഒന്ന് വാങ്ങിക്കണം ഇത് ഇടാനായിട്ട്. അതിനെന്താ, എനിക്കവിടെ പരിചയമുള്ള കടയുണ്ട്, വന്നാൽ മതി. അപ്പോൾ ചെറിയൊരു വണ്ടി ഉള്ളതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ കൂടെ കയറ്റി എറണാകുളത്ത് പോയി കുറച്ച് ടൈലൊക്കെ മേടിച്ച്. നിങ്ങളൊന്ന് ആലോചിക്കണം, കാന്തല്ലൂരിൽ നിന്ന് എറണാകുളത്ത് വന്ന് ഈ ടൈലുകളെല്ലാം അതിൻ്റെ സീറ്റിൻ്റെയും താഴെയൊക്കെ പറക്കി അടുക്കി വെച്ച് ആഴ്ചയിൽ 3-4 പ്രാവശ്യം വന്ന് ഈ ടൈൽ അവിടെ കൊണ്ടുവന്നു. അപ്പോൾ അത്രയും ദരിദ്രാവസ്ഥയാണ്. അങ്ങനെയാണ് ആ കാന്തല്ലൂർ ആശ്രമം ഉണ്ടാക്കിയത്. ഇതെല്ലാം ചെയ്ത് ഇദ്ദേഹം ഒരു സംവിധായകനെ പരിചയപ്പെടുത്തി. ഞാൻ രുദ്രസിംഹാസനം എന്ന് പറയുന്ന എൻ്റെ തന്നെ ഒരു നോവൽ സുരേഷ് ഗോപിയെ നായകനാക്കി ചെയ്ത് നമ്മൾ നശിക്കാവുന്നതിൻ്റെ പരമാവധിയാണ്. ആത്മഹത്യ ചെയ്യാൻ പോയാൽ അതിനു മുമ്പ് ആത്മഹത്യക്ക് ഒരുപാട് തവണ ശ്രമിച്ചതുകൊണ്ട് അതൊന്നും പരിഹാരമല്ല. ദൈവം തരുന്ന എല്ലാ ശിക്ഷയും നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ഞാനിത് പറയാൻ വന്നൊരു വലിയ സംഭവത്തിലേക്ക് വരുന്നതാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം ഞാനും ടീച്ചറും കൂടെ വർഷങ്ങൾക്ക് ശേഷം എറണാകുളത്ത് ടൈലുള്ള കടയുടെ അടുത്തൊരു ദിലീപിൻ്റെ ഒരു കടയുണ്ട്. ദിലീപിൻ്റെ പുട്ടെന്ന് പറഞ്ഞൊരു കടയുണ്ട്. അപ്പോൾ ടീച്ചറിന് പുട്ട് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ടീച്ചറോട് ആ പുട്ട് കടയിൽ കയറി. പുട്ടെല്ലാം കഴിച്ചിട്ട് വെളിയിറങ്ങിയിട്ട് ഈ ടൈലൊക്കെ അടുക്കി വെച്ചേക്കണം കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് കയറിയിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു, എന്നെ മനസ്സിലായോ, ഞാൻ പണ്ട് ഇവിടുന്ന് ടൈലെടുത്തിട്ടുണ്ട്. അപ്പോൾ കാന്തല്ലൂർ സ്വാമി സുനിൽ പരമേശ്വരൻ, ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തൊരു വിലയാണ് എൻ്റെ നിന്ന് മേടിച്ചത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അത് സ്വാമി എങ്ങനെയാണ്, സ്വാമി ഇവിടെ കൊണ്ടുവന്ന ആൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള ടൈല് കൂടെ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇലനക്കിപ്പട്ടിയുടെ ചിറുനക്കിപ്പട്ടുന്ന പട്ടിയാണെന്നുള്ളൊരു പഴയ ആൾക്കാർ, ഒരു ഇലയിൽ നക്കി ജീവിക്കുന്നവൻ്റെ ചിറിയിലിരിക്കുന്ന നക്കിയെടുക്കുന്ന ചില മനുഷ്യർ ജീവിതത്തിൽ. പിന്നെ ഇവരൊക്കെ തന്നെ ഒരു നടനെന്നുള്ള നിലയിലാണെങ്കിലും ഏത് ജീവിതത്തിൽ മറ്റുള്ളവനെ വഞ്ചിച്ചും ചതിച്ചും പറ്റിച്ചും, ഇപ്പം നമ്മളിപ്പം അതിൻ്റെ സംവിധായകനെ ഒന്നും ഞാനൊന്നും പറയില്ല, കാരണം അവരൊരു സിനിമ ചെയ്തു, അത് പരാജയപ്പെട്ടു പോയി.
അതിൻ്റെ പരാജയങ്ങളൊന്നും കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ സൗഹൃദങ്ങളൊക്കെ വീണ്ടും സൂക്ഷിക്കാം. നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം മനുഷ്യനെ സ്നേഹിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ മഹാദുരിതം അനുഭവിച്ച ഒരാളാണ് ഞാൻ. മഹാദുരിതം. അതിൽ സകലവരും ത്വജിക്കുകയും പറ്റിക്കുകയും ചെയ്യുമായിരുന്നു. അത് അങ്ങനെയാണ്. അപ്പം നമ്മളെന്തിനാണ് അതിന് പോയി നിന്നു കൊടുത്തത്? ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മളിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ചും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെയ്താൽ പോരെ. ഞാൻ കാന്തല്ലൂർ വെറുതെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന തണുപ്പൊക്കെ കൊണ്ട് കിളികൾക്ക് ഇത്തിരി ഭക്ഷണമൊക്കെ കൊടുത്ത് ജീവിച്ചുകൊണ്ടിരുന്നപ്പം ഒരാൾ വന്ന് നമ്മളെ ഭ്രമിപ്പിച്ചപ്പോൾ എന്തിനാണ് ആ ഭ്രമത്തിൽ വീണത്? നമ്മളെന്തിനാണ് ആത്മീയതയിൽ നിന്നുകൊണ്ടിരുന്നപ്പോൾ സിനിമ ചെയ്യാൻ പോയത്? ഉള്ള പുസ്തകങ്ങളൊക്കെ എഴുതി മനോരമയിൽ ഇടയ്ക്ക് 2-3 നോവലൊക്കെ എഴുതി അതിൻ്റെ വരുമാനം കൊണ്ട് സുഖമായിട്ട് ജീവിച്ചിരുന്നപ്പോൾ ഇതുപോലെ മനുഷ്യൻ്റെ ബന്ധങ്ങൾ വിറ്റ് കാശാക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ ദുർബലതയെ ചൂഷണം ചെയ്യുന്ന, അവൻ്റെ ഏകാന്തതയെ ചൂഷണം ചെയ്യുന്ന ഇത്തരം ആൾക്കാരുടെ പിടിയിൽ എന്തിനാണ് പെട്ടത്? അപ്പം മനുഷ്യർ പിന്നെ അവരാരും കാണില്ല. ആ സിനിമ ഒന്നാം ദിവസം തകർന്നു പോയതിന് ശേഷം, ആ പൊളിഞ്ഞ് തകർന്നതിന് ശേഷം ഞാനും 1.25 കോടി രൂപ കടബാധ്യതയായിട്ട് എനിക്കുണ്ടായിരുന്ന, ഞാൻ അന്ന് കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ സ്ഥലങ്ങളെല്ലാം വിറ്റെല്ലാവരുടെയും കടങ്ങൾ തീർത്തു. കാരണം ആരും എനിക്ക് രേഖാമൂലം ഒന്നും തന്നിട്ടില്ല. പക്ഷേ അത് കൊടുക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്നത് കൊണ്ട് വളരെ പ്രയാസപ്പെട്ടും അവസാനകാലം കൊടുക്കേണ്ടി വന്ന ചെറിയ തുക പോലും ഞാനും ടീച്ചറോട് ഉണ്ടാക്കി കൊടുക്കുക ചെയ്തത്. കാരണം നാളെ നമ്മൾ മരിച്ചാൽ കടബാധ്യതകളുണ്ടെന്ന് വിചാരിക്കരുത്. കടമില്ലാത്തവൻ സമ്പന്നൻ, ലോണില്ലാത്തവൻ സമ്പന്നൻ, അല്ലേ? ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കുന്നവനാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവൻ. അതുകൊണ്ട് കഴിയുന്നതും വാക്കുകൾ പറയാറില്ല, പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ ശ്രമിക്കും. ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു കാരണം, കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന ഒരാൾ ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടായിരുന്ന ഒരാളാണ്. അതിസമ്പന്നനായിരുന്ന ഒരാളാണ്. അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഒരു സമയത്ത് അദ്ദേഹമായിട്ടൊരു ചെറിയ ബന്ധമുള്ള ഒരാൾ ഇദ്ദേഹത്തോട് പറയുന്നു, എൻ്റെ ഒരു അനിയൻ ഉണ്ട്, അദ്ദേഹത്തിനൊരു ജോലി കൊടുക്കണം, അവൻ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല, വിശ്വസ്തനാണ്, അപ്പോൾ എന്തെങ്കിലും കൂടെ പഠിച്ചതാണ്, ഇദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചതാണ് ഈ പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ സഹോദരന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ മറ്റേ അദ്ദേഹത്തിന് ബിസിനസ്സൊക്കെ നന്നായിട്ട് ബിസിനസ്സൊക്കെ പോകുന്നുണ്ട്, വിശ്വസിക്കാം, 100% വിശ്വസിക്കുന്നവനാണ് എന്ന് പറഞ്ഞു. എന്തായാലും എന്നാൽ വരാൻ പറഞ്ഞു. ഇദ്ദേഹം വിസയൊക്കെ കൊടുത്തു. ഈ പയ്യനെ, സഹോദരനെ ഇയാൾ അടുത്തേക്ക് വിട്ടു. ഈ സഹോദരനെ അദ്ദേഹം ഒറ്റ നോട്ടത്തിൽ കുഴപ്പമൊന്നുമില്ല, കാലിൽ തൊട്ട് തൊഴുത് വന്ദിച്ച് നിന്ന്. അപ്പോൾ കാല് വാരി നിലത്തടിക്കും എന്നുള്ളത് ഉറപ്പായി, അല്ലേ? കാലിൽ തൊട്ട് ഞാൻ നിന്നെ ഇപ്പം കാലോടുകൂടി ഇപ്പം ഞാൻ തൊടുവാണ്, പിന്നെ ഞാൻ നിന്നെ നിലത്തടിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം എന്നെ ചിലരൊക്കെ നമസ്കരിക്കാറുണ്ട്, ഭക്തി കൊണ്ട് നമസ്കരിക്കാറുണ്ട്. ഞാനത് അനുഗ്രഹിക്കും. ഈശ്വര, ദോഷമൊന്നും വരുത്തരുതേ, ദോഷങ്ങളൊന്നും ഉണ്ടാകരുത്, ഇത് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും. നമസ്കരിക്കണം എന്ന് യാതൊരു കാര്യമില്ല. കാലിത്തൊട്ട് വന്ദിക്കേണ്ട ആവശ്യം സത്യം പറഞ്ഞാലില്ല. ആരുടെയും കാലുതൊട്ട് വന്ദിക്കേണ്ട ആവശ്യമില്ല. ചില ഗുരുക്കന്മാരിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന. കലിയുഗത്തിൽ അതിന് പ്രസക്തിയില്ല. പക്ഷേ ചിലർ വരുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ കുഴിയുന്നതിന് മുമ്പ് വരെ ഞാൻ പിടിക്കും, അത് പറയും. അദ്ദേഹം ബിസിനസ്സിൽ തകർത്ത് വാരുന്ന കാലമാണ്, സൂപ്പർ മാർക്കറ്റുകളാണ്. ഇദ്ദേഹത്തിനെ വിശ്വസ്തനായി കാണുന്നു, ബിസിനസ്സുകൾ ഓരോന്ന് കൊടുക്കുന്നു, സമ്പന്നമായി ജീവിക്കുന്നു, സത്യസന്ധനാണ്. 5 പൈസ ബാക്കിയുണ്ട്, അവിടുത്തെ വെട്ടിപ്പുകളൊക്കെ പുള്ളി കണ്ടുപിടിക്കുന്നു, ബില്ലിംഗ് എല്ലാം കണ്ടുപിടിക്കുന്നു, ബില്ലിങ്ങിലെ പ്രശ്നങ്ങൾ കാണുന്നു, സാധനങ്ങൾ കുറവുള്ളതെല്ലാം കണ്ടുപിടിച്ച് ഇത്രയും ലക്ഷം രൂപ എന്നെ വഞ്ചിച്ചുകൊണ്ടിരുന്ന ഈ ഒരു മനുഷ്യൻ വന്ന് എന്നെ സഹായിച്ചു, എല്ലാം കണ്ടുപിടിച്ചല്ലോ ഭഗവാനെ. ഞാൻ കൂട്ടുകാരനെ വിളിച്ച് പറയുന്നു, ഈ പയ്യനെ, നിങ്ങളുടെ സഹോദരൻ എനിക്ക് ദൈവം കൊണ്ട് തന്നതാണ്, അവൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, എൻ്റെ കുട്ടികളെല്ലാം ചെറുതാണ്, അവൻ എൻ്റെ ഭാഗ്യമാണ് എന്ന് പറയുന്നു. അയാൾക്ക് വെച്ചടി കയറ്റമുണ്ടാകുന്നു. അയാളെ വിശ്വസിക്കുന്നു. അങ്ങനെയാണ്, അന്ധമായി വിശ്വസിക്കുന്നു. ഇത് എൻ്റെ മുമ്പിലെ ഒരു വലിയ തകർച്ചയുടെ കഥയാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനൊരു വിവാഹാലോചന വരുന്നു. അപ്പോൾ ഭാര്യ പറയുന്നു, നമ്മളെന്തിനാണ് അവൻ നല്ല കുട്ടിയല്ലേ, നമ്മളെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം എന്ന് പറയുന്നു. അങ്ങനെ ആലോചന കൊടുക്കുന്നു. വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. അവർ ആ പെൺകുട്ടിയെയും കൊണ്ട് അയാൾ വിദേശത്തേക്ക് വരുന്നു. വിദേശത്തേക്ക് വന്ന് കഴിയുമ്പോൾ വന്ന പെൺകുട്ടി പറയുന്നു, കുറച്ച് ദിവസം കഴിയുമ്പോൾ, ചേട്ടാ, എന്തിനാണ് ചേട്ടാ നമ്മൾ മറ്റൊരാളുടെ അടിമയായിട്ട് ജീവിക്കുന്നത്? എന്തിന് നമ്മൾ മറ്റൊരാളുടെ സഹായിയായിട്ട് ജീവിക്കണം?
നിങ്ങൾക്ക് ചെറിയ ഒരു സമ്പാദ്യം, എൻ്റെ കുറച്ച് സ്ഥലവും പുരയിടവും ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് വിൽക്കുകയോ പണയം വയ്ക്കുകയോ ചെയ്തിട്ട് ഇവിടെ ചെറിയ ഒരു ബിസിനസ് തുടങ്ങാം. ചേട്ടൻ എന്തിനാണ് ജീവിതകാലം മുറ്റം ഈ രാവിലെ പോയി രാത്രി വരെ മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നത്? അത് ആലോചിക്കണം. ഒരു സ്ത്രീ ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. അവളെ വന്നുമ്പം മറ്റേവൻ്റെ ഭാര്യ നമ്മളിന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെ മുമ്പിൽ തകർന്നു വീഴുന്ന ചില കുടുംബ ബന്ധങ്ങളും തകർച്ചയ്ക്ക് കാരണമായ ചില ബന്ധങ്ങളും ചില വിശ്വാസ പ്രമാണങ്ങൾ തകർത്തു എറിയുന്നതിൻ്റെയൊക്കെ കഥകളാണ് ഈ പറയുന്നത്. ആ വന്ന പെൺകുട്ടി, ആലോചിച്ചോക്കാം, വന്ന പെൺകുട്ടി ആ മറ്റേ ഭാര്യയുമായിട്ട് എന്തോ ഒരു കാര്യത്തിന് ഒരു കാര്യമില്ലാതെ പൊരുത്തക്കേടുണ്ടായപ്പോൾ ആ പൊരുത്തക്കേടിൻ്റെ പേരിൽ അവരുടെ മനസ്സിലുണ്ടായ പക അങ്ങോട്ട് വളർന്നിട്ട് അയാളെ ഒരു സുപ്രഭാതത്തിൽ ഇവിടുത്തെ വസ്തു വിറ്റ് കൊണ്ടുവന്ന് അവിടെ ഒരു ഷോപ്പ് എടുത്ത് ഒന്നും അറിയാതെ കംപ്ലീറ്റ് ഫർണിച്ചർ ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ സ്റ്റാഫുകളെയും കൊണ്ട് അയാളങ്ങ് പോയി. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ വല്ല കാര്യം ഉണ്ടായിരുന്നോ? പിന്നെ അവിടുത്തെ നോക്കുമ്പം പണം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ പലയിടത്തും പണം കൊടുത്തിട്ടില്ല, ചെക്കുകൾ എഴുതി കൊടുത്തിരിക്കുന്നു. അയാൾ ജയിലിലായി പോയി എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം, ജയിലിലായി പോകുന്ന തരത്തിലുള്ള വിദേശ രാജ്യമല്ലേ, ചെക്ക് എഴുതി കൊടുത്ത് അകത്ത് കിടന്നല്ലേ പറ്റൂ. കാരണം ഈ പണമെല്ലാം തന്നെ പല അക്കൗണ്ടിലേക്ക് മാറ്റി അയാളുടെ ബിസിനസ് സാമ്രാജ്യം, അയാൾ ചെറിയൊരു തുക കൊണ്ടുവന്നല്ലോ, ബാക്കി മുഴുവൻ ഇവിടുത്തെ പണം. കാരണം വിശ്വാസമാണല്ലോ എല്ലാം എന്ന് ഏതോ സ്വർണ്ണക്കടയുടെ പരസ്യമുണ്ട്. വിശ്വാസമാണെല്ലാം, അത് അവിശ്വാസവും അങ്ങനെ തന്നെ അല്ലേ. ഒരാളുടെ 3 പൊടി കുട്ടികളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊന്ന് ആലോചിക്കേണ്ട, ഇത് നമ്മുടെ മുമ്പിൽ നടക്കുന്ന കഥകളാണ്. അയാൾ അവസാനം എന്നിട്ട് അപഖ്യാതി പറഞ്ഞുണ്ടാക്കുക. ആ മനുഷ്യൻ, വിശ്വസ്തനായി നിന്ന മനുഷ്യൻ, അവരുടെ കുടുംബത്തിലെ ആ പെൺകുട്ടിയുടെ, അയാളുടെ ഉടമസ്ഥൻ്റെ ഭാര്യയുമായിട്ട് ബന്ധമുണ്ടായിരുന്നൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ എന്തോ നിസ്സാര കാര്യത്തിന് അവരുമായിട്ട് പിണങ്ങി ഇയാളുടെ ബിസിനസ് സാമ്രാജ്യം മുഴുവൻ തകർത്തെറിഞ്ഞ് അയാളുടെ ബിസിനസ് ബന്ധങ്ങൾ മുഴുവൻ അയാളെ കൈക്കലാക്കി ആ സൂപ്പർ മാർക്കറ്റ് മുഴുവൻ തകർത്തെറിഞ്ഞ് അവിടുത്തെ സ്ഥാപനത്തിലെ എല്ലാ ആൾക്കാരെയും കൊണ്ട് ഇയാൾ മറ്റൊന്ന് തുടങ്ങുന്നു. ഇയാളുടെ കാലം മോശമാവുകയും മറ്റേയാളുടെ സമയം ഏറ്റവും മികച്ചതാകുകയും ചെയ്തു. ഇദ്ദേഹം തകർന്നു പോയി. ഭാര്യയെ മക്കളെ നാട്ടിലേക്ക് അയച്ചു. ബിസിനസ് സാമ്രാജ്യത്തെ ബാക്കി അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. കേസ് കോടതി വ്യവഹാരങ്ങളായിപ്പോയി. കോടതി വരാൻ പറ്റൂ? എത്രയോ കാലം ഭാര്യയും മക്കളെയും കാണാതെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു നീചരാണ് ചില മനുഷ്യർ. മനുഷ്യ പറ്റില്ലാത്ത ജന്മങ്ങളായിട്ട് ഇവർക്കെല്ലാം ദൈവം കൊടുക്കുന്നുണ്ട്. നിങ്ങളിനി എത്ര ദൈവം ഇല്ലാന്ന് പറഞ്ഞാലും ഒരാൾ സന്തോഷകരമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സന്തോഷകരമായി ബിസിനസ് ചെയ്തപ്പോൾ, അയാളുടെ ബുദ്ധിയും അധ്വാനം കൊണ്ട് അയാളുടെ ശുക്രദേശമെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ വന്ന് കയറുന്നു. എൻ്റെ കാന്തല്ലൂരിലെ ആശ്രമത്തിൽ ആ സ്ത്രീ സീരിയലിൽ അഭിനയിച്ച നടൻ വന്ന് കയറിയതുപോലെ. ആലോചിച്ച് നോക്കൂ, ഒരു കാര്യമില്ല. അവസാനം സുരേഷ് ഗോപി എന്നോട് പറഞ്ഞു, സ്വാമിയെക്കുറിച്ച് വളരെ മോശമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, സുരേഷ് ഗോപി പറഞ്ഞു എന്ന് പറഞ്ഞു, എനിക്കറിയാം ഇയാൾ സംസാരിക്കേണ്ട, സ്വാമി എനിക്കറിയാവുന്നതാണല്ലോ, പണ്ട് പണം ഉണ്ടായിരുന്ന കാലത്തും പണമില്ലാത്ത കാലത്തും അറിയാം, ഇയാൾ കൂടുതൽ സംസാരിക്കേണ്ട. എന്താണ്? ആ സിനിമയിൽ അദ്ദേഹത്തിന് പറ്റിയ ഒരു വേഷം കൊടുത്തില്ല, അതുകൊണ്ട് അദ്ദേഹം ശത്രുവായി. ആ സിനിമ തകർന്ന തരിപ്പണമായി. പക്ഷെ ഒരാളെ വഞ്ചിച്ചും പറ്റിച്ചും ചതിച്ചും ഒക്കെ ജീവിക്കുന്ന മറ്റൊരാൾ രക്ഷപ്പെട്ടാൽ അങ്ങനെ രക്ഷപ്പെടാമാവുന്ന ആളും രക്ഷപ്പെടില്ല. ദൈവമില്ലേ? ദൈവം എന്ന് പറയുന്ന ശക്തിയുണ്ട്. ഒരാളെ കൊന്നാൽ കരുത്തും ബലവും ധനവും സമ്പത്തിയും കൊണ്ട്, കോടതി നിയമഹാരങ്ങളെ വിലക്കെടുക്കാനുള്ള കരുത്തും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരാൾ മറ്റൊരാളെ കൊന്നാൽ അയാൾക്ക് നിയമത്തിൻ്റെ മുമ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ ഇയാൾ മരിക്കാതിരിക്കൂ? ഇയാൾ എങ്ങനെ മരിക്കണം എന്ന് തീരുമാനിക്കുന്നത് കാലവും കാലത്തിൻ്റെ പ്രതിരൂപമായ കാലനെ സംരക്ഷിക്കുന്ന ദൈവികമായിട്ടുള്ള ശക്തികളുമാണ്. അത് അനുഭവിച്ച് തീർത്തേ പോകാൻ പറ്റും. എത്രയോ പേര്, എനിക്ക് പറഞ്ഞാൽ തീരാത്ത എത്രയോ പേര് മറ്റുള്ളവന് സ്വന്തപ്പെട്ട, മറ്റുള്ളവൻ അവകാശപ്പെട്ട എന്തെങ്കിലും വയ്ക്കലാക്കാൻ ശ്രമിച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനൊരു കുട്ടിയെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ബോധ്യപ്പെട്ട സമയം എൻ്റെ കണ്ണിന് പ്രശ്നമുണ്ട്, എനിക്ക് പിന്നെ മൊബൈൽ നോക്കാൻ പറ്റില്ല, ലാൻഡ് ഫോൺ കേടായിട്ട് എനിക്കിപ്പം വിളിക്കാൻ പോലും പറ്റില്ല, ആരെയും ഫോൺ എടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് തലവേദന വരും.
ഇതിനൊന്നും രഹസ്യമില്ല. ഞാനിത് അനുഭവിച്ചേ പറ്റൂ. ഏതോ കാലത്ത് ചെയ്ത ഏതോ ദോഷങ്ങൾ കൊണ്ട് എനിക്ക് ഈ കണ്ണ് ഇപ്പം റെഡിയായി വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് മൊബൈൽ എടുത്ത് ഇങ്ങനെ നോക്കിയാൽ അപ്പോൾ വരും. എന്നെ ആരെങ്കിലും വിളിക്കുമ്പോൾ എനിക്ക് എടുക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ വീട്ടിലെ ലാൻഡ് ഫോൺ ഒന്ന് റെഡിയാക്കാനായിട്ട് പറഞ്ഞേക്കുന്നു. അവിടെ ഈ വെമ്പായത്ത് നെറ്റിൻ്റെയൊക്കെ നല്ല പ്രശ്നങ്ങളുണ്ട്. അത് കിട്ടാൻ പ്രയാസമാണ്. ആൾക്കാർ വിളിക്കണം, എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുള്ളതൊന്നുമല്ല. എന്നെക്കൊണ്ട് ഇപ്പോൾ കഴിയണില്ല. അപ്പോൾ അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരും. 63 വയസ്സായില്ലേ. അപ്പോൾ ഞാനീ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം കാര്യങ്ങൾ, ഞാനിപ്പോൾ DNA-യിലുമായിട്ട് പങ്കുവയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ സ്വകാര്യതയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഈ നാട്ടിൽ ഈ ലോകത്ത് നടക്കുന്ന ഇത്തരം ചതിയും കൊള്ളരായ്മകളും ഒക്കെ പറഞ്ഞ് ഓർമ്മിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്കെല്ലാം അബദ്ധങ്ങൾ പറ്റാതിരിക്കൂ. ഒരാൾ നിങ്ങളെ സുനിൽ പരമേശ്വരൻ സ്വന്തൊരു സുന്ദരനാണ്, സുനിൽ പരമേശ്വരൻ എന്തൊരു ആരോഗ്യമാണ്, സുനിൽ പരമേശ്വരൻ എന്തൊരു ചൈതന്യമാണ്, സുനിൽ പരമേശ്വരൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിലങ്ങോട്ട് വിശ്വസിച്ച് വീണുപോയാൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ ദൈവം ഒരുത്തന്നെ നിങ്ങളുടെ സമയം കാലം ദോഷമാകാൻ പോവുകയാണ്. നിങ്ങൾ ഒരുത്തൻ സ്തുതിച്ചു തുടങ്ങിയിരിക്കുന്നു. തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പതനം സ്തുതി പാഠകരാണെന്ന് കേട്ടിട്ടുണ്ട് ഇല്ലേ? ഓരോ രാജാക്കന്മാരുടെ പീരീഡ് എടുത്താൽ സ്തുതി പാഠനം നടത്തുമ്പോൾ ആ സ്തുതി വീണു പോകും. പിന്നെ വിശാഖം തിരുനാളിനെ പോലെ ഞാൻ വിശാഖം നക്ഷത്രമൊക്കെ ആണെങ്കിൽ തീർന്നു. പിന്നെ നമ്മളെ അനുഭവങ്ങൾ ഒരുപാട് പഠിച്ച് മാത്രമേ അതിൽ നിന്ന് മാറ്റം വരുള്ളൂ. ചില നക്ഷത്രങ്ങളുണ്ട് സ്തുതി പാഠനത്തിൽ വീണു പോകും. നമുക്ക് സ്വയം ഒരു ഇതമുണ്ടാവും. അതെനിക്കുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ഒരു യോഗ്യതയില്ലാത്തവന്മാരൊക്കെ കൂടെ നിർത്തി ചതിച്ചോ എന്ന് നമ്മൾ തന്നെ തോന്നുന്ന തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളെപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാലം ദോഷമാകുമ്പോൾ, കാലൻ്റെ കണക്ക് പുസ്തകത്തിൽ പേര് വരാനുള്ള സമയമാകുമ്പോൾ, നമ്മുടെ ജീവിതം പ്രാരാബ്ധമാകുമ്പോൾ, ഒരു ജനക്കൂട്ടത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയമാകുമ്പോൾ, എന്നാലൊരു സത്യം നമ്മൾ മനുഷ്യന് ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരമാണ് ഒരു മനുഷ്യന് വേണ്ടത്. അതാണ് പ്രധാനം. നിനക്ക് ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടോ? നന്മ ചിന്തിക്കുന്നൊരു മനസ്സുണ്ടോ? ആരോഗ്യമുള്ള അങ്ങനെ മനസ്സ് ചിന്തിക്കുമ്പോൾ എന്താണ്, നിന്റെ രക്തധമനികളിൽ ഓടുന്ന രക്തമല്ല ശുദ്ധീകരിച്ച് തലച്ചോറിലേക്ക് ഈ റെഡിയായിട്ട് വരും. നീ സംഘർഷപ്പെടുകയും മറ്റുള്ളവരെ പറ്റി അസൂയ ഉണ്ടാക്കുകയും, ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറയുന്നത്, ഒരു സ്ത്രീ അവർ മരങ്ങൾ വളർത്തി ആ മരത്തിൽ അവർ ഇല അപ്പുറത്തെ വീട്ടിലേക്ക് വീഴുമ്പം രാവിലെ എഴുന്നേറ്റ് അവർ ചെയ്യണം അവിടെ എല്ലാം കൂടെ തൂത്തുവാരി ഇവരുടെ വീട്ടിലേക്കിടും. അതാണ് അവരുടെ സംതൃപ്തി. ഒരു ഇല വെട്ടിക്കളയണതാണ്. ഇല വെട്ടാൻ ചീത്ത പറയും. ആ ഇല വീണാൽ പോലും ഒരു മരം വളർന്ന് അതിൻ്റെ ഇല അപ്പുറത്തോട്ടൊന്ന് വീണാൽ ആ ഇലയോട് ചെടികളോട് പോലും നീരസമുള്ള അവരൊക്കെ മക്കളെ സ്നേഹിച്ചിട്ട് എന്താണ്, ആ വേർപെട്ട് വീഴുന്ന ഇലകളെ പോലും തൂത്തുവാരിയെടുത്ത് അപ്പുറത്തെ അന്യൻ്റെ മുതലിലേക്ക് ഇട്ട് ആത്മസംതൃപ്തി നേടുന്ന മനോരോഗികൾ ജീവിക്കുന്ന ലോകം. അവരൊക്കെ ഏത് അമ്പലത്തിൽ പോയിട്ട് കാര്യമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളതങ്ങ് സഹിച്ചോളാൻ. ആ ഇലകൾ നിങ്ങൾ വാരിയെടുത്തിട്ട് അഗ്നിക്ക് ഇരയാക്കിക്കോളൂ. അതിന് മോക്ഷപ്രാപ്തി കൊടുക്കൂ. ഒരിക്കൽ ജീവനുണ്ടായി വളർന്നതില്ലേ ആ ഇലകൾ? അത് വളർന്നതല്ലേ, ജീവനുള്ളതല്ലേ വളരുകയുള്ളൂ. ആ ഇലകളെല്ലാം തന്നെ ജീവനുണ്ടായിരുന്നതാണ്. അത് നിലത്ത് വീഴുമ്പോൾ ജീവനില്ലാതാകും. അത് അവരെല്ലാം കൂടെ വലിച്ചു വരി ഇങ്ങോട്ടിട്ടാലും ഒന്നും പറയാൻ പോകണ്ട. അതെല്ലാം കൂടെ എടുത്ത് അഗ്നിക്കിരയാക്കി മോക്ഷപ്രാപ്തി കൊടുക്കൂ. അല്ലേ? കരിയിലകളാണ്, കരിഞ്ഞ ഇലകളാണ്. അപ്പം അതൊന്നും നമുക്ക് തിരുത്താൻ പറ്റില്ല. അല്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിന് വളർച്ച ഉണ്ടാകണം. അവൻ്റെ മക്കളുടെ മക്കൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുടുംബം, ഇതൊക്കെ നമുക്ക് എല്ലാം ചിന്തിക്കാം. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് നിനക്ക് മനസ്സമാധാനവും ശാന്തിയുമായിട്ടുള്ള ഒരു അവസാന കാലവും മൃത്യുവും വരണമെന്നുണ്ടെങ്കിൽ നീ ചെയ്യുന്ന കർമ്മങ്ങൾക്കുണ്ടാകുന്ന ഒരു ശുദ്ധി വളരെ പ്രധാനമാണ്. ഇല്ലേ? ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന ഒരാളെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. പുലിയായിട്ട് ജീവിച്ച ഒരാളാണ്. അത് ഒരുപാട് വേണ്ടാധീനം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആ കാക്കി വസ്ത്രം ഇടുന്ന സ്ഥലത്ത് ദ്രോഹിക്കാവുന്നതിൻ്റെ പരമാവധി എല്ലാവരെയും ദ്രോഹിച്ചു. അഴിമതിയിലൂടെ ഇഷ്ടം പോലെ പണമുണ്ടാക്കി. അവസാനം റിട്ടയർമെൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ദുരിതങ്ങളാണ്. ഭാര്യയെ മരിച്ചു, മക്കൾക്ക് മൃത്യു സംഭവിച്ചു, ഏകാന്തമായ വാസം, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ആളില്ല, കാലിന് ഡയബറ്റിക് ഉണ്ടായിട്ട് കാല് മുറിഞ്ഞതറിയാതെ ഇപ്പോൾ കാല് മുറിച്ച് കളയണം എന്നാണ് പറയുന്നത്. എന്നോട് പറഞ്ഞു, സ്വാമി ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്, ആ ദ്രോഹത്തിൻ്റെ എല്ലാ പരിണിത ഫലവും ഞാൻ അനുഭവിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞു, ഒരു പുസ്തകം എഴുതണം, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അറിയട്ടെ. ഇപ്പം സഖാവ് കുഞ്ഞിരാമൻ എഴുതിയതുപോലെ അനുഭവങ്ങൾ എഴുതൂ, അവർക്കെങ്കിലും ഒരു പാഠമാകട്ടെ ഇത്. ശക്തി നക്ഷത്രങ്ങളും കാക്കി വസ്ത്രമൊക്കെ ധരിക്കുമ്പോൾ
താനാണ് ശക്തിമാൻ എന്ന് വിചാരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കല്ല അടിമയായി അവർ പറയുന്നത് കേട്ടൊക്കെ ജീവിക്കുമ്പോൾ ജയറാം പടിക്കൽ സാറൊക്കെ പ്രേതാത്മാവിനെ സഞ്ചരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇതൊരു പുസ്തകമാക്കൂ. ചെയ്തു കൂട്ടിയ പാപങ്ങൾ, പാവപ്പെട്ടവനെ ഇടിച്ചു തകർത്തത്, പണം വാങ്ങിക്കൊണ്ട് ഒരുപാട് പേരെ കേസിനെ പ്രതിയാക്കിയവർ, അവരുടെ കണ്ണീരും ശാപവും വീണ് ഇത് വളരെ ഇതാണ്. അഴിമതിയിൽ പണം വാങ്ങിക്കുന്നവർ. നമ്മുടെ കാന്തല്ലൂരിൽ ഒരു ജില്ലാ ഓഫീസർ ഉണ്ടായിരുന്നു. പുള്ളി വീട്ടിൽ പൈസ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് അവിടെയൊക്കെ സ്ഥലം മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. അഴിമതിയുടെ പണം നിൽക്കത്തില്ല. അഴിമതി നടത്തിയ പണം വീട്ടിൽ പൈസ കൊണ്ട് കൊടുക്കാൻ പറയും. പണം കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ട് ആ പണം വാങ്ങിക്കും. എന്നിട്ട് ആ കാന്തല്ലൂരുള്ള സ്ഥലത്ത് സ്ഥലം മേടിച്ചിട്ടു അനുഭവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ടോ? വില്ലേജ് ഓഫീസല്ലേ പാവപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ കാര്യമാണ്. ഞാൻ അയാളെ ഒരു തവണ എങ്ങാണ്ട് കണ്ടില്ല, ഒരു പ്രാവശ്യം ആശ്രമത്തിൽ എങ്ങാണ്ട് വന്നു. അങ്ങനെ അഴിമതിയിലൂടെ പണം ഉണ്ടാക്കുന്നവർ, അഴിമതി നടത്തുന്നവർ, ഹിതമല്ലാത്ത മാർഗത്തിലൂടെ ജീവിച്ച് സഞ്ചരിക്കുന്നവർ, ഇതെല്ലാം തന്നെ മൂന്നാം തലമുറ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ മൂന്നാം തലമുറയുടെ അവസാനിക്കുന്ന ജന്മങ്ങൾ. മനുഷ്യനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുകയും നമുക്ക് മുകളിൽ ദൈവം എന്ന് പറയുന്നൊരു ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്തില്ലെങ്കിൽ ചെയ്യുന്ന ഓരോ കർമ്മവും ഈശ്വരൻ്റെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തും എന്നുള്ളതും അല്ലേ. നമ്മൾ ഒന്നും ഈശ്വരന് അതീതമായിട്ടൊന്നുമില്ല. മനുഷ്യ ജന്മത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. മരണാന്തര ജീവിതം നമ്മൾ അലഞ്ഞു നടക്കും, പ്രേതാത്മാവായിട്ട് അലഞ്ഞു നടക്കും, പീഡനങ്ങൾ ഏറ്റുവാങ്ങും, അഭയസ്ഥാനമില്ലാതെ ശ്മശാനങ്ങളിൽ പോയി നിൽക്കും അല്ലേ. ഇതൊക്കെ സംഭവിക്കുന്നുള്ള കാര്യത്തിനകത്ത് എനിക്കൊരു സംശയമില്ല. ഇത് പറയുമ്പം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാലും എനിക്ക് തെറ്റില്ല. കഴിയുന്നതും അബദ്ധങ്ങളും തെറ്റുകളും ചെയ്യാതെ ചെയ്തുപോയ തെറ്റുകൾ തിരുത്താനും അതിൽ പശ്ചാത്തപിക്കാനും ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും വലുത് അല്ലേ. ചെയ്ത് കൂട്ടുന്നത് എന്തെല്ലാം അഴിമതികൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ചില സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്ത് കൂട്ടുന്നത്, ധിക്കാരപരമായ പെരുമാറ്റം, ഒരു ഫയൽ ഒപ്പിടാൻ തന്നെ 10 തവണ ആൾക്കാരെ വളർത്തുന്നത്, ഇതൊക്കെ എൻ്റെ മുമ്പിൽ വരുന്നതാണ്. സ്വാമി, അയാൾക്ക് മനസാക്ഷി ഇല്ലാത്തൊരു ഉദ്യോഗസ്ഥൻ, സ്വാമി ഒന്ന് പറയൂ, ഒന്ന് പ്രാർത്ഥിക്കുമോ സ്വാമി, എനിക്കൊരു ഒപ്പിട്ട് തന്നാൽ എൻ്റെ ആ കാര്യം നടന്നു പോയതിനെ, അത് ചെയ്യുന്നില്ല സ്വാമി, എന്നെ കയറ്റി ഇറക്കുകയാണെന്ന് പറയുന്ന ഒരു വിധവ. എന്താണ് മറ്റേ ആളുടെ ഉദ്ദേശമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയുള്ള നീചമായ കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യരോട് ഞാൻ പറയുന്നത് ഒരു വാക്ക്, നിങ്ങളിതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ആ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ, ആ ഇരിപ്പിടങ്ങളിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവസാനങ്ങളിൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ ആ വിപത്തുകൾ താങ്ങാനുള്ള ശക്തി നിങ്ങൾക്ക് ദൈവം തരട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. ഒരുപാട് നീചകർമ്മങ്ങൾ രഹസ്യമായി ചെയ്യുന്നതൊക്കെ തന്നെ പരസ്യമാകുന്ന മനസ്സിൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന വിള്ളലുകൾ അല്ലേ. എൻ്റെ അടുത്തൊരു സംവിധായകൻ, ഈ വെള്ളത്തിൽ മുങ്ങി മരിച്ച കാമുകൻ്റെ കഥ പറഞ്ഞ ഒരു സിനിമയുടെ സംവിധായകൻ എന്നോട് വന്ന് എൻ്റെ കഥകൾ നോവലെല്ലാം കൂടെ മേടിച്ചുകൊണ്ട് പോയി. അദ്ദേഹം വേറൊരാളുടെ ഒരു വലിയ പൊളിഞ്ഞു പോകുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് കോടിക്കണക്കിന് കള്ളത്തരം പറഞ്ഞ സിനിമ ഞാൻ നേരത്തെ ആ കമ്പനിക്കാരെന്നെ വിളിച്ചു ചോദിച്ചു. ആ കമ്പനി ഒരാൾ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു കഥ ചെയ്യുന്നുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു, ഇദ്ദേഹം ഈ സംവിധായകൻ, ഈ വെള്ളത്തിൽ പ്രണയം നശിച്ച കഥ എഴുതിയ സംവിധായകൻ നിങ്ങളുടെ ഓഫീസിൽ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സർവനാശം സംഭവിക്കും. കാരണം ചില മനുഷ്യർ നന്മയില്ലാത്ത മനുഷ്യരാണ്, ആ ഉണ്ടാകുന്ന 100% പറഞ്ഞു. അദ്ദേഹം ഇപ്പോഴും ജയിലിൽ കിടക്കുവാണ്. കോടിക്കണക്കിന് ആസ്തി ഉണ്ടായിരുന്നവർ. അപ്പോൾ ചില മനുഷ്യർ, നന്മയില്ലാത്ത മനുഷ്യർ അടുത്ത് വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. സുഗന്ധം പൂശി വന്ന ദുർഗന്ധങ്ങളാണ് ഇവരൊക്കെ. ദുർഗന്ധമാണ്, അതിൻ്റെ പുറത്ത് സുഗന്ധം ഇങ്ങനെ പൂശി വരും സ്പ്രേ അടിച്ചിട്ട്. അങ്ങനെ വരുന്ന മനുഷ്യരെക്കുറിച്ചുള്ളൊരു എപ്പിസോഡാണിത്. നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഞാൻ ഓരോ അനുഭവങ്ങളിലൂടെ നമ്മൾ തളർന്ന് വീണ് കഴിഞ്ഞാൽ താങ്ങാൻ ഒരു മനുഷ്യനുണ്ടാകില്ല. അന്ധകാരത്തിൽ നടന്നാൽ വെളിച്ചമുണ്ടാകില്ല, അഗാധമായ ഗർത്തത്തിൽ വീണാലും ആരും ഉണ്ടാകില്ല, കരകയറാൻ കഴിയില്ല. അതുകൊണ്ട് അന്ധകാരത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയാതിരിക്കട്ടെ, അഗാധമായ ഗർത്തങ്ങളിൽ വീഴാതിരിക്കട്ടെ. എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് നമ്മളോട് അടുത്ത് വരുന്ന മനുഷ്യരെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യൂ. സത്കർമ്മങ്ങൾ മാത്രം ചെയ്യുകയേ പാടുള്ളൂ. ഇല്ലെങ്കിൽ ദൈവവിധി നമ്മളെ ഓർമ്മിപ്പിക്കും പലതും. അതിനെ നിസാരമായി തള്ളിക്കളയാതെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.